അറിഞ്ഞോ ആരാണ് ടൈറ്റിൽ വിന്നർ എന്ന്? ഫിനാലെ വോട്ടിംഗ് റിസൾട്ട്സ് എത്തിയിരിക്കുകയാണ്. അതെ, ഒരാൾ ജയിച്ചു. ഫെയർ ആണോ? ജയിച്ച ആള് ഫെയർ തന്നെയാണോ? പറയാം. ആരാണ് റണ്ണർ അപ്പ്? ടോപ്പ് 2, ടോപ്പ് 3 ആര്, 4 ആര്, ടോപ്പ് 5 ആര്? എല്ലാം ഡിസർവിംഗ് പൊസിഷൻസ് തന്നെയാണോ കിട്ടിയിരിക്കുന്നത്? ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. അതെ, ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. എന്തൊക്കെയാണ് ഇന്ന് ലൈവിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നാളെ എത്ര മണിക്ക് നമുക്ക് ഗ്രാൻഡ് ഫിനാലെ കാണാം? അപ്ഡേറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഫിനാലെ വോട്ടിങ്ങിന്റെ അപ്ഡേറ്റ് ആണ്, ആരാണ് ടൈറ്റിൽ വിന്നർ എന്നുള്ള ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരാൾ ജയിച്ചിരിക്കുകയാണ്. ഫിനാലെ വോട്ടിംഗ് റിസൾട്ട്സിന്റെ കാര്യമാണ് അറിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത് മുത്തുകുമരൻ. അതെ, ടൈറ്റിൽ വിന്നർ മുത്തുകുമരൻ ആണ് എന്നാണ് അറിയാൻ പറ്റിയത്. ഇന്നലെ രാത്രി തന്നെ ചെറിയൊരു രീതിയിലുള്ള ഒരു ഇത് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് എൻഡ് ആയതിനു ശേഷം. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി കൺഫേംഡ് ആയിട്ട് നിങ്ങളോട് പറയാം. എന്തായാലും കൺഫേംഡ് ആണ്, ടൈറ്റിൽ വിന്നർ മുത്തുകുമരനാണ്. പക്ഷേ ഇതുവരെ ഷൂട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. മുത്തുവിന് പോലും അറിയില്ല ഈ നിമിഷം. ഞാൻ ഈ വീഡിയോ ഇടുന്ന നിമിഷം മുത്തുവിന് അറിയത്തില്ല മുത്തുവാണ് വിന്നർ എന്നുള്ള കാര്യം. കാരണം പറയാം, അതോടെ നിൽക്കട്ടെ, അതിന്റെ കാരണം പറയാം. മുത്തുവാണ് ടൈറ്റിൽ വിന്നർ. ഇനി 4 പൊസിഷൻസ് ഉണ്ട്. അതിന്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരു 90% കൺഫേംഡലി ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പോയതുപോലെയൊന്നും അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ടൈറ്റിൽ വിന്നർ മുത്തുവാണ്. ബാക്കി ഞാൻ 90% പറയുന്നുള്ളൂ. 4 കേസും 90% പറയുന്നുള്ളൂ. റണ്ണറപ്പ് സൗന്ദര്യ നഞ്ചുന്ദൻ ആണ് റണ്ണറപ്പ്. 3rd പൊസിഷൻ ടോപ്പ് 3 വിശാൽ ആണെന്നാണ് അറിയാൻ പറ്റിയത്. 4th റയാൻ, 5th ടോപ്പ് 5 പവിത്ര. ഇങ്ങനെയാണ് അറിയാൻ പറ്റിയത്. നമുക്ക് നോക്കാം. എന്തായാലും വിന്നർ മുത്തുവാണ്. സൗന്ദര്യയുടെ കേസും ജസ്റ്റ് ഒരു 90-95% നമുക്ക് ഉറപ്പിക്കാം. ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും വിന്നർ മുത്തുവാണ്. അത് കൺഫേംഡ് ആയിട്ട് അറിഞ്ഞ കാര്യമാണ്. ബാക്കി ഒരു 90%-95% ആയതേ ഉള്ളൂ. അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ അറിയിക്കാം. ഇനി ഇവരാരും ഈ സാധനം അറിഞ്ഞിട്ടില്ല. കാരണം ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് ഉച്ച കഴിഞ്ഞതിന് ശേഷം തുടങ്ങാൻ പോവാണ്. വിജയ് സേതുപതി സാറൊക്കെ അവിടെ ഉണ്ട്. എന്താണ് ഷൂട്ടിംഗ് നടക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് അറിയാമല്ലോ നമ്മുടെ ബിഗ് ബോസിന്റെ ഫിനാലെയാണ്. നാളെയാണ് ഫിനാലെ. പക്ഷെ ഇന്ന് മുതലേ എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും. അതായത് എക്സ് കണ്ടസ്റ്റൻസിന്റെ ഡാൻസും അവരുടെ സ്പെഷ്യൽ റാപ്പും അതൊക്കെ കാണും. റാപ്പും അവരുടെ പ്രോഗ്രാംസും ചിലപ്പോൾ ജാക്കിലിന്റെ ജേണിയൊക്കെ കാണിച്ചു കൊടുക്കും. ആ സാധനങ്ങൾ അതിൻ്റെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാമുകളാണ് ഇന്ന് ഷൂട്ടിംഗ് നടക്കുന്നത്. സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ, അതിൻ്റെ ഷൂട്ടിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇനി നാളെ നടക്കാൻ പോകുന്നതാണ് ഗ്രാൻഡ് ഫിനാലെ. നാളെ മാത്രമേ വിന്നറിനെ അവർ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. നാളെ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പരിപാടീസൊക്കെ തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഓരോരുത്തരെ വീതം പുറത്തിറക്കി കൊണ്ടുവന്ന് ഓരോരുത്തരെ വീതം എന്ത് ചെയ്യും? എവിക്റ്റ് ആക്കി വിന്നറിനെ പ്രഖ്യാപിക്കും. ഇനി നമുക്ക് നാളെ എപ്പോൾ ഇത് ഗ്രാൻഡ് ഫിനാലെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ വൈകിട്ട് 6 മണിക്ക് വിജയ് TV-യിൽ, സ്റ്റാർ വിജയിലോ അല്ലെങ്കിൽ Disney+ ഹോട്ട്സ്റ്റാറിൽ ഉണ്ട്. 6 മണിയാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലൈവ് ഓൺ ആയി കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. അപ്പം നാളെ വൈകിട്ട് 6 മണി തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 11:30 വരെ കാണും. 11:30 വരെ കാണും. അപ്പം റിവ്യൂ വരാനും കുറച്ച് ലേറ്റ് ആവും. ഇതാണ് നാളെ ഗ്രാൻഡ് ഫിനാലെ കാണാനേ നമുക്ക് പറ്റത്തുള്ളൂ. നാളെയാണ് ഇതിന്റെ വീട്ടുകാരുടെ ഷൂട്ടിംഗ് ഒക്കെ നാളെയാണ് നടക്കുന്നത്. സ്റ്റേജിലെ ഷൂട്ടിങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. നാളെ അവരെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നുള്ള ഷൂട്ടിങ്ങുകളൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, ഇന്ന് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് പോയതുപോലെ തന്നെയാണ്. അവരുടെ മേക്കപ്പ് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രിം ചെയ്യുന്നു, പെഡിക്യൂർ, മാനിക്യൂർ, ത്രെഡ്, ഫേസ് വാഷ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം പരിപാടീസ് അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്തായാലും ടൈറ്റിൽ വിന്നർ മുത്തു ആണ്. ഫെയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ തന്നെയാണ്. കാരണം നമുക്ക് അറിയാം മുത്തു 3 കേസിലും ഗെയിം, കോണ്ടന്റ്, ടാസ്ക് ഈ 3 എണ്ണത്തിലും മികച്ചു നിന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈറ്റിൽ വിന്നർ മുത്തു ആയത് അൺഫെയർ അല്ല, ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അൺഫെയർ ഒന്നും അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സൗന്ദര്യമാണ് റണ്ണറപ്പ് എന്നാണ് അറിയുന്നത് അറ്റ് പ്രസന്റ് ഇതുവരെയും. അങ്ങനെയാണെങ്കിൽ അതും ഫെയർ തന്നെയാണ്. കാരണം ഈ കിട്ടിയ ടോപ്പ് 5-ൽ നിന്നാണ് ഞാൻ പറയുന്നത്. കിട്ടിയ ടോപ്പ് 5-ൽ നിന്നും അത് ഫെയർ തന്നെയാണ്. 3rd പൊസിഷൻ വിശാൽ ആണെന്ന് പറയുന്നു. അത് അൺഫെയർ ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്ക് നോക്കാം. കാരണം 3rd പൊസിഷൻ റയാൻ വരണമായിരുന്നു. ഈ ഉള്ള 5 പേരിൽ നിന്നും വിശാലിനെക്കാളും മച്ച് ബെറ്റർ ആണ് റയാൻ. അതുകൊണ്ട് റയാൻ 3rd പൊസിഷൻ വരണമായിരുന്നു. 4th വിശാൽ ആവായിരുന്നു. 4th വിശാൽ ആയി കഴിഞ്ഞാൽ അത് ഫെയർ തന്നെയാണ്. 5th പവിത്രയാണെന്നാണ് അറിയാൻ പറ്റിയത്. അത് ഭയങ്കര ഫെയർ ആണ്. നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഇന്ന് രാത്രിയിലത്തെ റിവ്യൂ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ കൺഫേംഡ് ആയിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, കൺഫേംഡ് ആയിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടും. ഓക്കെ,
അപ്പം അടുത്ത അപ്ഡേറ്റോടെ വരാം, വിശേഷത്തോടെ വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.